അങ്ങനെ അത് കഴിഞ്ഞിട്ട് നേരെ ജെന്നി അടച്ചിട്ടിരിക്കുന്ന ആ ഒരു ജയിലുണ്ടല്ലോ അവിടെ കാണിക്കുമ്പോഴത്തേക്കാണ് ഇപ്പൊ ജെന്നി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് അവരുടെ ആ ഒരു ടോയ്ലറ്റിലെ ഒരു വെന്റിലേഷൻ ഭാഗമുണ്ട്. അതിന്റെ ഗ്യാപ്പ് വഴി മുകളിലേക്ക് കയറിയിട്ട് എന്തോ ബ്രെഡോ ബന്നോ അങ്ങനെ എന്തോ ഒന്ന് അവിടെ വെച്ചിട്ട് പോവാണ്. അതേസമയം ഇവിടെ ഡാമിയനെ കാണിക്കുമ്പോഴത്തേക്കാണ് അവ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് ഫോൺ ഇങ്ങനെ റിങ് ചെയ്യുന്നു. അവനാണെങ്കിലും ചാടി എഴുന്നേറ്റ് ഫോൺ എടുത്ത് സംസാരിക്കുമ്പോൾ എന്തോ ഒരു കാര്യം കേട്ട് അവനിങ്ങനെ ഞെട്ടി നിൽക്കാണ്. അപ്പോൾ ലൂസി ആണെങ്കിലും വന്നിട്ട് അല്ല എന്തോ പറ്റിയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും പുതിയൊരു മൃതദേഹം കണ്ടുപിടിച്ചു എന്നും പറഞ്ഞ് ഡാമിയൻ ഇപ്പോൾ വീട്ടിൽ നിന്നും അവിടേക്ക് പോകുന്നതും ആ കഴുത്തിലെ ടാറ്റു പതിച്ച ഒരുത്തനുണ്ടല്ലോ അവൻ ഇപ്പോഴും ഈ ഒരു വീടിനകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും അവന്റെ വീട്ടിലിരുന്ന് അവൻ കാണുന്നുണ്ട്. ഇപ്പോൾ ഡാമിയൻ ഈ ഒരു കേസിനെ പറ്റി എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അതും അവന് മനസ്സിലാക്കാൻ കഴിയും. ഇനി ഇവൻ തന്നെയാണ് ആ ഒരു സീരിയൽ കില്ലർ നമുക്ക് ഇപ്പോഴും അറിയത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഡാമിയനും ആ ഒരു പോലീസുകാരും ചെല്ലുന്നത് എവിടെയാണെന്ന് വെച്ചാല് ആ വയസ്സായിട്ടുള്ള അയാളെ കാറിനകത്ത് കയറ്റി വെള്ളം നിറച്ച് അയാളെ കൊന്നല്ലോ ആ ഒരു സ്ഥലത്തേക്കാണ്. അപ്പൊ ഈ ഒരു കൊലപാതകവും മാറ്റിസ് ചെയ്ത അതേപോലെയുള്ള മറ്റൊരു കോപ്പിയടി തന്നെയാണ്. അങ്ങനെ അവിടേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ സോഫി ആണെങ്കിലും മരിച്ച ആൾക്ക് 40 വയസ്സ്, ഒരു കുട്ടിയുണ്ട്, ഭാര്യയില്ല, ക്യാൻസർ വന്ന് മരിച്ചുപോയി എന്ന് പറയുന്നതും ഹീറോ നേരെ അകത്തേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കും അയാൾ അതേ അവസ്ഥയിൽ തന്നെ ആ ഒരു കാറിനകത്ത് ചത്തിരിക്കുകയാണ്. ഇതാരാണ് ചെയ്തതെന്ന് കറക്റ്റ് അറിയാൻ കഴിയത്തില്ല. കാരണം ഈ അയൽപക്കത്തൊന്നും അങ്ങനെ CCTV ക്യാമറയോ ഒന്നും വെച്ചിട്ടില്ല. അങ്ങനെ ഇവർ അവിടെ കേസിനെ പറ്റിയെല്ലാം അന്വേഷിക്കുമ്പോഴത്തേക്കാണ് ഡാമിയന്റെ മുത്തശ്ശനുണ്ടല്ലോ അയാളും വീട്ടിലിരുന്നിട്ട് ഈ ഒരു കാര്യം റേഡിയോയിലൂടെ ഇങ്ങനെ കേൾക്കുന്നുണ്ട് ന്യൂസിലൂടെ. അപ്പൊ ഇതും ആ ഒരു കോപ്പി കാറ്റ് കില്ലർ മാൻഡിസ് ചെയ്തതുപോലെ തന്നെയാണ് ഈ ഒരു കൊലപാതകവും ചെയ്തിട്ടുള്ളത് എന്നിങ്ങനെ പറയുന്നതും ഈ ഒരു കാര്യങ്ങൾക്ക് ആ ഒരു മുത്തശ്ശൻ പെട്ടെന്ന് നമ്മുടെ ഡാമിയനെ വിളിക്കും. അങ്ങനെ അവിടെ ഫോൺ എടുക്കുന്നതും മുത്തശ്ശൻ പെട്ടെന്ന് പറയും ഡാമിയൻ എനിക്ക് ഉറപ്പുണ്ട് നിന്റെ അമ്മയാണ് ഇതിനെല്ലാം പിന്നില് എന്നിങ്ങനെ പറയുമ്പോൾ അവിടെയാണ് മറ്റൊരു ടെസ്റ്റ്. അവിടെ ഫോൺ എടുക്കുന്നത് ഡാമിയാനല്ല, അവൻ ഫോൺ വീട്ടിൽ മറന്നു വെച്ചുപോയി. ഇപ്പൊ ഫോൺ എടുക്കുന്നത് ലൂസിയാണ്. അപ്പോൾ ലൂസി പെട്ടെന്ന് ഇത് ഡാമിയനല്ല ലൂസിയാണെന്ന് പറയുമ്പോൾ ഈ ഒരു മുത്തശ്ശൻ സോറി എനിക്ക് മാറിപ്പോയതാണ്, ഞാൻ അറിയാതെ വിളിച്ചതാണെന്ന് പറയുമ്പോൾ അല്ല ഇത് ഡാമിയന്റെ ഫോൺ തന്നെയാണ് വീട്ടിൽ വെച്ചേക്കാണെന്ന് പറയുമ്പോൾ ഇല്ലില്ല ഞാൻ വേറൊരാളെ വിളിച്ചതാണെന്നെല്ലാം പറഞ്ഞിട്ട് ആ ഒരു മുത്തശ്ശൻ പെട്ടെന്ന് ഫോൺ അങ്ങ് കട്ട് ചെയ്യും. അപ്പൊ അവൾക്ക് ഒരു സംശയം തോന്നി തുടങ്ങി. ഇത്രയും കാലം അവന്റെ അമ്മ മരിച്ചെന്നാണ് അവളോട് പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പൊ പെട്ടെന്ന് ഇതിനെല്ലാം കാരണം നിന്റെ അമ്മയാണെന്ന് പറയുമ്പോഴത്തേക്കും എന്തായാലും അവൾക്ക് നല്ലൊരു സംശയമുണ്ട്. അതേസമയം നമ്മുടെ ഡാമിയൻ ഫോൺ മറന്നു വെച്ചതുകൊണ്ട് തന്നെ ഓടി വീട്ടിലേക്ക് വരുമ്പോൾ ലൂസി പറയും ഇതേപോലെ മുത്തശ്ശൻ വിളിച്ചിരുന്നു, നിന്റെ അമ്മയാണ് ഇതിനെല്ലാം പിന്നിലെന്ന് പറഞ്ഞു, എന്താ ഇതെന്ന് ചോദിക്കുമ്പോൾ ഡാമിയൻ പറയും എന്ത് മുത്തശ്ശൻ അങ്ങനെ പറഞ്ഞു, എനിക്കറിയത്തില്ല എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞതെന്ന്. അങ്ങനെ ആ ഒരു കാര്യം പറഞ്ഞ് ഡാമിയൻ അവിടെ നിന്ന് പോകുന്നതും ലൂസി നേരെ അവളുടെ ഷോപ്പിലേക്ക് ചെന്ന് ഇപ്പൊ വിർജീനിയായിട്ട് ഈ ഒരു കാര്യം കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ വിർജീനിയ ചോദിക്കും അല്ല അവന്റെ അമ്മ എവിടെ വെച്ച് മരിച്ചതെന്നാ പറഞ്ഞ് ഒരു വിമാന അപകടത്തില്. ഓക്കെ അതിനെ പറ്റിയുള്ള ന്യൂസ് എല്ലാം നമ്മുടെ ലൂസി കമ്പ്യൂട്ടറിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കാണ്. അങ്ങനെ ഇവർ ആ ഒരു ന്യൂസ് നല്ലതുപോലെ വായിക്കുമ്പോൾ ലൂസി പറയും ഓക്കെ അവൻ പറഞ്ഞത് ശരിയാണ്, ഈ ഒരു അപകടത്തിൽ തന്നെയാണ് അവന്റെ അമ്മ മരിച്ചത്. അപ്പോഴാണ് വിർജീന പറയുന്നത് പക്ഷേ ദേ ഇതൊന്ന് വായിച്ചു നോക്ക്, യാത്രക്കാരിലെ ഫ്രഞ്ചുകാരായിട്ടുള്ള ആളുകൾ ആരും മരിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്, അങ്ങനെയാണെങ്കിൽ അവന്റെ അമ്മ ഒരിക്കലും മരിച്ചിട്ടില്ല എന്നുള്ളൊരു ചോദ്യം വരുന്നതും അത് കഴിഞ്ഞപ്പോ ഇവിടെ കാണിക്കുമ്പോൾ കോപ്പി കാറ്റ് കില്ലർ 4ാമത്തെ ആളെയാണ് അതുപോലെ തന്നെ കൊന്നിട്ടുള്ളത്. ഇവർക്കിപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇവരെല്ലാവരും നിൽക്കെ തന്നെ ഈ ഒരു കൊലയാളി ഓരോരുത്തരായിട്ട് കൊന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ സോഫി വന്നിട്ട് ഇവരോട് പറയും നമുക്ക് ബാപ്റ്റിസ്റ്റയെ ഒന്നുകൂടി ചോദ്യം ചെയ്താലോ. അപ്പോ ഹീറോ പറയും അവനെ ചോദിച്ചിട്ട് ഒരു കാര്യമില്ല, അല്ല അവൻ ചിലപ്പോ ആ ഒരു ഫയല് വേറെ ആർക്കെങ്കിലും കൈമാറിയിട്ടുണ്ടെങ്കിലോ. അപ്പോൾ ഡാമിയൻ പറയും അവനെ എന്തായാലും ഇതിൽ നിന്ന് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും അവൻ ലീഡർ ആയതുകൊണ്ട് സോഫിക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞവര് ആഷ്ലിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് അവൻ ഇപ്പോ അവിടുത്തെ ക്യാമറ എല്ലാം പരിശോധിച്ചിട്ട് ഒരാളെ കണ്ടുപിടിച്ചു. കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു കൊലയാളി ഇപ്പോ ആ ഒരു മതിലെല്ലാം ചാടിയിട്ട് അയാളുടെ വീട്ടിലേക്ക് പോകുന്ന കാര്യമാണ് ഇവർ കാണുന്നത്. പക്ഷെ മുഖം മാത്രം ഇപ്പോഴും വ്യക്തമായില്ല. അതുമല്ല അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ടോർച്ച് ഉണ്ടല്ലോ അതൊരു LED ഡിഫൻഡർ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. എതിരെ വരുന്നവരുടെ മുഖത്തേക്ക് ഇത് അടിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് അവർക്ക് കണ്ണ് പെട്ടെന്ന് കാണാൻ കഴിയത്തില്ല. അതുപോലെ 2 സ്ഥലത്ത് കണ്ടിരിക്കുന്നതും ഒരേ ആളെ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇവൻ തന്നെയാണ് കൊലയാളി. പക്ഷെ മുഖം കാണാതെ എങ്ങനെ ഇവർക്ക് ആരെന്ന് പറഞ്ഞ് പിടിക്കും. അപ്പോഴാണ് ഇവരുടെ ടീമിലുള്ള മറ്റൊരുത്തം പെട്ടെന്ന് ഇവിടേക്ക് വന്നിട്ട് ഗൈസ് പുതിയൊരു കാര്യം കണ്ടുപിടിച്ചിട്ടുണ്ട്, അയാൾ മരിച്ചു കിടക്കുന്ന ആ ഒരു കാറിലെ അത് അയാളുടെ സ്വന്തം കാറല്ല, അത് മറ്റൊരാളുടെ കാറാണ്. മറ്റൊരാളുടെ കാർ മോഷ്ടിച്ച് ഇവിടേക്ക് കൊണ്ടുവന്ന് ആ ഒരു കാറിനകത്തിട്ടാണ് അയാളെ കൊന്നത്. അപ്പൊ ഇത് കേൾക്കുന്ന ഫ്രാൻസിസ് പറയും അത്രയ്ക്ക് മണ്ടനാണോ അവൻ, മറ്റൊരാളുടെ കാറ് സ്വന്തം കാർ കൊണ്ടുവന്ന് ഒരു സ്ഥലത്ത് കൊലപാതകം നടത്തി അതേ കാർ അവിടെ ഉപേക്ഷിച്ചിട്ട് പോകാനായിട്ട്, എന്നിട്ട് അവന്റെ ഫോൺ ഓൺ ആക്കി വെച്ച് നമ്മൾ അവന്റെ അടുത്തേക്ക് എത്തിക്കാനായിട്ടാണ് അവൻ ശ്രമിക്കുന്നത്. അത്രയും മണ്ടനാണോ അവൻ എന്നുള്ള രീതിയിൽ ഇപ്പൊ ആ ഒരു കാറിന്റെ ഉടമയുണ്ടല്ലോ അവനെ കണ്ടുപിടിക്കാനായിട്ട് അവന്റെ ആ ഒരു ഫോൺ സിഗ്നലുള്ള ആ ഒരു സ്ഥലം നോക്കി ഇവരെല്ലാവരും പോവാണ്. കാണിക്കുമ്പോഴത്തേക്കും അതൊരു വലിയ കാടാണ്. അങ്ങനെ ഇവരെല്ലാവരും നേരെ അവിടേക്ക് ചെന്നിട്ട് എല്ലാവരും പല ഭാഗങ്ങളിലായിട്ട് തിരഞ്ഞെങ്ങനെ നടക്കാണ് ഇവൻ ഈ ഒരു കാട്ടിൽ എവിടെയെങ്കിലും ഒളിച്ചിരിപ്പുണ്ടെങ്കിൽ പിടിക്കാനായിട്ട്. അങ്ങനെ എല്ലാവരും പല വഴിക്ക് ഓടി ഓടി പോയിട്ട് അവസാനം എല്ലാവരും ഒത്തുകൂടുന്നത് ഒരു പഴയ ബിൽഡിംഗ് ഉണ്ട്, ഒരുപാട് വർഷം പഴക്കമുള്ളതാണ്. അവിടെയാണ് ഒരു ഫോണിന്റെ സിഗ്നൽ കാണുന്നത്. അവിടെ ചെന്ന് നോക്കുമ്പോഴത്തേക്കും അവിടെ വേറെ ആരും അങ്ങനെ കാണാനില്ല. ഇനിയിപ്പോ അവൻ നമ്മളെ പറ്റിച്ചതാണോ എന്നുള്ള രീതിയിൽ എല്ലാവരും നിൽക്കുന്ന സമയത്താണ് സിഗ്നൽ ഇവിടെ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇവിടെ ഒരു പഴയ കിണറുണ്ട്, അതാണെങ്കിൽ മൂടി വെച്ചേക്കാണ്. അങ്ങനെ എല്ലാവരും പതിയെ ആ ഒരു കിണറിനടുത്തേക്ക് ചെന്നിട്ട് ആ ഒരു മൂടി തുറന്ന് നോക്കുന്നതും അതിനകത്ത് നിന്നും
ആ ഒരു ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം എന്താണെന്ന് ആ ഒരു കിണറിനകത്ത് കാണിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു ഫോൺ കിടക്കുന്നതിന്റെ അടുത്തായിട്ട് തന്നെ ഒരാളുടെ ശരീരം, അതും ഒരുപാട് ദിവസം പഴക്കമുള്ളതുപോലെ അഴുകിയ നിലയില്. അപ്പൊ ഈ ഒരു ശരീരം കാണിക്കാൻ പറ്റുന്ന ആ ഒരു കില്ലർ ഇപ്പൊ ഈ ഒരു രീതിയിൽ ഇവരെ പറ്റിച്ച് ഇവിടേക്ക് എത്തിച്ചത്. അതേസമയം തന്നെ ഇവിടെ ജെന്നിയുടെ അടുത്ത് കാണിക്കുമ്പോൾ അവരിപ്പോ വീണ്ടും ആ ഒരു വെന്റിലേറ്റർ ഭാഗമുണ്ടല്ലോ അതിന് മുകളിലേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കും അവർ വെച്ചിരുന്ന ആ ഒരു ബ്രെഡ് ഇപ്പൊ ഒരുപാട് പ്രാണികളും മറ്റും വന്നിങ്ങനെ കഴിക്കാണ്. അപ്പൊ അത് കണ്ട് അവർ പതിയെ താഴേക്ക് ഇറങ്ങി ആ ഒരു ചെയറുണ്ട് അതെടുത്ത് ശബ്ദം ഉണ്ടാകാതെ മാറ്റി വെച്ച് ടോയ്ലറ്റിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങി വരുന്നു. അപ്പോൾ ടോയ്ലറ്റിനുള്ളിൽ ക്യാമറ വെക്കാത്തത് കൊണ്ട് തന്നെ അതിനകത്ത് എന്താണ് നടക്കുന്നതെന്ന് ഇവിടെയുള്ള ഒരു സെക്യൂരിറ്റിക്ക് അറിയത്തില്ല. അതേസമയം ഇവിടെ വെർജീനിയ ലൂസിയോട് പറയും, അല്ല ഒരുപക്ഷെ വിമാനാപകടത്തിൽ മരിച്ചവരുടെ ലിസ്റ്റ് കറക്റ്റായിട്ട് എടുത്തു കാണത്തില്ലെങ്കിലോ, അതുകൊണ്ടായിരിക്കും അവരുടെ പേര് അതിനകത്തില്ലാത്തത്. അപ്പോഴും ലൂസിക്ക് അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ വെർജീനിയ പറയും, ഓക്കെ അങ്ങനെയാണെങ്കിൽ അവർ മരിച്ചിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒരു കല്ലറ ഉണ്ടാവുമല്ലോ, അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാം അവർ മരിച്ചോ ഇല്ലയോ എന്ന്. ശരി, നിനക്ക് ഡാമിയന്റെ ജനനസ്ഥലം എവിടെയാണെന്നറിയോ? ഞാനങ്ങനെ പോയിട്ടില്ല, പക്ഷേ മിസറിയയിലെ ഒരു ഗ്രാമമാണെന്ന് മാത്രം എനിക്കറിയാം. അതുമല്ല അവന്റെ പഴയ കാര്യത്തെ പറ്റി ഒന്നും ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ വെർജീന പറയും, ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് നാളെ തന്നെ അവിടേക്ക് പോയാലോ എന്നുള്ള രീതിയിൽ അവിടേക്ക് പോകാനായിട്ട് ഇവർ തീരുമാനം എടുക്കുകയാണ്. അതേസമയം ഇവിടെ മോർച്ചറിയിൽ കാണിക്കുമ്പോൾ ഇപ്പോൾ ഇവർക്ക് കിണറ്റിൽ നിന്നും കിട്ടിയ ഒരാളുടെ ശരീരം ഉണ്ടല്ലോ അത് ആരുടേതാണെന്ന് പരിശോധിക്കുമ്പോഴത്തേക്കാണ് ക്രിസ്റ്റഫർ കൊളിയൻ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീയുടേതാണ് ആ ഒരു ശരീരം. അപ്പോൾ നമ്മുടെ ഫ്രാൻസിസ് പറയും, ഓക്കെ ഈ ഒരു ഫോണിന്റെ ചാർജ് എല്ലാം വെച്ച് കണക്ക് കൂട്ടുമ്പോഴത്തേക്കും 2 ദിവസങ്ങൾക്ക് മുന്നെയാണ് ഈ ഒരു ഫോൺ കിണറ്റിലിട്ടിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു സമയത്തായിരിക്കും അവൻ ശരീരവും ഇവിടെ കൊണ്ടുവന്നിട്ടിട്ടുള്ളത്. അതുപോലെ ഈ ഒരു കോപ്പി കാറ്റ് കില്ലർ മനഃപൂർവ്വം നമ്മളെ ഈ ഒരു ശരീരത്തിനടുത്തേക്ക് എത്തിക്കുമായിരുന്നു. അവൻ മറ്റെന്തോ നമ്മളോട് പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടർ പറയും, ഓക്കെ ഇത് എന്തായാലും കോപ്പി കാറ്റ് കില്ലർ ചെയ്തിട്ടുണ്ടെങ്കിലും മാൻഡിയസ് ചെയ്യുന്ന രീതിയിൽ ഒരിക്കലും അവന് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അവളാണെങ്കിലും നല്ല രീതിയിൽ കീറി മുറിച്ചായിരിക്കും ശരീരം ഇവിടേക്ക് കൊണ്ടുവരുന്നത്. ഇത് ആ രീതിയിലല്ല. കാരണം ദേ നോക്ക്, അവന്റെ വാരിയല് ഭാഗത്ത് മുറിവൊന്നും സംഭവിച്ചിട്ടില്ല, പക്ഷെ ഈ ഒരു ഭാഗത്ത് കത്തി കൊണ്ടുള്ള നല്ല മുറിവുണ്ട്. അപ്പൊ ഇവര് ചോദിക്കും, ശരി ഓക്കെ ഈ ഒരു ശവം കണ്ടിട്ട് എത്ര നാളത്തെ പഴക്കമുണ്ടാവും? ഇതിന്റെ മുകളിൽ ആ ഒരു പ്രാണികളെല്ലാം വെച്ചിട്ട് ഈ ഒരു കൊലപാതകം നടന്നിട്ട് ഏകദേശം 3 മാസം കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അവൻ ചെയ്ത ആദ്യത്തെ കൊലപാതകം ഇത് തന്നെയാണ്. അപ്പോഴാണ് സോഫിയ പറയുന്നത്, പക്ഷേ മാൻഡിസിന്റെ കൊലപാതക രീതിയായിട്ട് ഇതിനൊരു ബന്ധവുമില്ല. മാൻഡിസ് ഒരാളെ ഇതുപോലെ വെട്ടിക്കൊന്ന് കിണറ്റിലിട്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല എന്ന് സോഫിയ പറയുമ്പോൾ, അത് ശരിയാണ്, ഹീറോയുടെ അമ്മ ഇതുപോലെ ഒരു കൊലപാതകം ചെയ്തതായിട്ട് ആർക്കും അറിയത്തില്ല. നല്ലൊരു സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവന്റെ മോതിരം ഊരി മാറ്റി നേരെ അവന്റെ അമ്മയെ കാണാനായിട്ട് ചെല്ലുകയാണ്. അപ്പോൾ ഡാമിയൻ മാത്രമേ വന്നിട്ടുള്ളൂ. ഡാമിയനെ കാണുമ്പോൾ, ഹലോ ഡാമിയൻ. അപ്പോൾ ഡാമിയൻ പെട്ടെന്ന് അവിടെയുള്ള ഒരു സെക്യൂരിറ്റിയോട് പറയും, ഒന്ന് വെളിയിൽ നിൽക്കാവോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ നേരെ വെളിയിലേക്ക് പോവും. അപ്പോഴാണ് ഡാമിയൻ ജെന്നിയോട് പറയുന്നത്, നിങ്ങളുടെ ആരാധകനുണ്ടല്ലോ ആ ഒരു കൊലയാളി, അവനിപ്പോ പുതിയൊരു ബോഡി ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. മാസങ്ങളോളം അതിന് പഴക്കമുണ്ട്, പക്ഷെ അതൊരിക്കലും നിങ്ങൾ ചെയ്ത ആ ഒരു കൊലപാതകമായിട്ട് സാമ്യതയുള്ളതല്ല. അതുമല്ല അവൻ ചെയ്ത ആദ്യത്തെ കൊലപാതകവും ഇതാണ്. ഒരുപക്ഷെ നിങ്ങളെപ്പോലെയാണ് അവൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങളും ഇതുപോലെ ആരെയോ കൊന്നിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ അവൻ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. സത്യം പറയും, നിങ്ങൾ കൊന്ന ആദ്യത്തെ ആള് എന്റെ അച്ഛനല്ലേ എന്നിങ്ങനെ ഹീറോ ചോദിക്കുമ്പോൾ ഈ ഒരു സംശയമായിരുന്നു ഹീറോയ്ക്ക് അവിടെ വെച്ച് ഉണ്ടായത്. കാരണം ഹീറോയുടെ അച്ഛനെ കാണാതായിട്ട് ഒരുപാട് നാളായി, എന്ത് സംഭവിച്ചെന്ന് ആർക്കും അറിയത്തില്ല. ഒരുപക്ഷെ ഈ ഒരു രീതിയിൽ തന്റെ അമ്മ അവന്റെ അച്ഛനെ കൊന്നെന്നാണ് ഹീറോ ഇപ്പോൾ വിശ്വസിക്കുന്നത്. അത് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് അവന്റെ അമ്മയുടെ അടുത്തേക്ക് അവൻ വന്നിട്ടുള്ളത്. അതുമല്ല ഡാമിയൻ ഇത്രയും ഉറപ്പിച്ച് പറയാൻ മറ്റൊരു കാരണമുണ്ട്. ഇവരുടെ പഴയ വീട്ടിലെ ആ പൂന്തോട്ട ഭാഗത്ത് ഇതുപോലൊരു കിണറുണ്ട്. ഇപ്പൊ ഈ ഒരു കില്ലറാണെങ്കിലും അതുപോലുള്ള ഒരു കിണറിനകത്താണല്ലോ ഈ ഒരു ശരീരം വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഡാമിയൻ, ജെന്നി സത്യം പറയും, നിങ്ങൾ ആദ്യമായിട്ട് ചെയ്ത ആ ഒരു കൊലപാതകം എന്റെ അച്ഛൻ്റെതായിരുന്നു. എന്നിട്ട് അത് മാത്രം എന്താ നിങ്ങൾ ഏറ്റു പറയാഞ്ഞേ? നിങ്ങൾക്ക് എന്താ പേടിയാണോ? കഴിഞ്ഞ 25 വർഷമായിട്ട് നിങ്ങൾ കാരണം ഞാൻ അനുഭവിക്കുന്നത് എന്താണെന്നറിയോ? സന്തോഷമായിട്ട് ഇരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും എന്നെ കൊണ്ട് ഒരിക്കലും അതിന് കഴിയുന്നില്ല. നിങ്ങൾ അച്ഛനെ പറ്റി എന്നോട് പറഞ്ഞതെല്ലാം വെറും കള്ളമാണ്. എന്റെ അച്ഛനൊരു നല്ല മനുഷ്യനായിരുന്നു. നിങ്ങളെപ്പോലെയുള്ള ഒരു ഭ്രാന്തിയോട് ജീവിക്കാനായിട്ട് അദ്ദേഹത്തിന് ഇഷ്ടമില്ലായിരുന്നു. നിങ്ങളൊരു മൃഗമാണ്, നിങ്ങളൊരു മോൺസ്റ്റർ ആണ് എന്നെല്ലാം ഇങ്ങനെ പറയുമ്പോൾ ജെന്നി പെട്ടെന്ന് നിർത്താനായിട്ട് ഇങ്ങനെ പറയും. എന്നിട്ടാണ് പറയുന്നത്, ജനാല വഴി നിന്നെ എടുത്ത് പുറത്തേക്ക് എറിയാനായിട്ട് ശ്രമിച്ചപ്പോഴാണ് ഞാൻ നിന്റെ അച്ഛനെ കൊന്നത്. ഒരു ദിവസം നിന്നെ വെയിലത്ത് കാറിനുള്ളിൽ ഇരുത്തിയിട്ട് അയാൾ പോയി. അതും ഒരു തവണയൊന്നും അല്ലാതെ ഉണ്ടായിട്ടുള്ളത് ഒരുപാട് തവണ. നിന്റെ ശരീരത്തിലെ ജലാംശം എല്ലാം വറ്റി നീ അബോധാവസ്ഥയിലായിരുന്നു. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുമ്പോഴും അയാൾ ഒരിക്കലും അതിന് സമ്മതിച്ചിരുന്നില്ല. അങ്ങനെ നിന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അത് കഴിഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുവന്ന് നിന്നെ ഉറക്കി കിടത്തിയിട്ട് അയാളോട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാനായിട്ട് ആവശ്യപ്പെട്ടു. പക്ഷെ അയാൾ ദേഷ്യപ്പെട്ട് എന്നെ റേപ്പ് ചെയ്യാനായിട്ടാണ് ശ്രമിച്ചത്. അത് ഞാൻ ഒരുപാട് തടഞ്ഞു. ആ ഒരു സമയത്ത് നിന്റെ അച്ഛൻ നിന്നെ ജനാല വഴി എടുത്ത് പുറത്തേക്ക് എറിയാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ വേറെ വഴിയില്ലാതെ എനിക്ക് നിന്നെ രക്ഷിക്കണമായിരുന്നു. അതുകൊണ്ട് ഞാൻ അയാൾ അവിടെ വെച്ച് കൊന്നു എന്നുള്ള ആ ഒരു സത്യം ഇപ്പോൾ അവന്റെ അമ്മ പറയുന്നതും നമ്മുടെ ഡാമിയൻ അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവനെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് കാറും എടുത്ത് നേരെ അവരുടെ ആ ഒരു പഴയ വീടുണ്ടല്ലോ അവിടേക്ക് ചെല്ലും. അങ്ങനെ അവിടേക്ക് ചെന്നിട്ട് ആ പൂന്തോട്ട ഭാഗത്ത് ഒരു കിണറുണ്ട്. അതിന്റെ മൂടി തുറക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കും അത് ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. അതുകൊണ്ട് അവൻ അകത്തേക്ക് പോയിട്ട് വലിയ ഇരുമ്പ് കമ്പിയെല്ലാം എടുത്തുകൊണ്ട് വന്ന് അത് അടിച്ച് തകർത്ത്
എന്നിട്ട് ആ ഒരു കിണറിലേക്ക് ഇറങ്ങാൻ വേണ്ടി ഒരു കോണിപ്പടിയുണ്ട്. അതുവഴി താഴേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ജെന്നി പറഞ്ഞത് സത്യം തന്നെയാണ്. അവന്റെ അച്ഛനെ അവന്റെ അമ്മ തന്നെയാണ് കൊന്നിട്ടുള്ളത്. അയാളുടെ ശരീരം അവിടെ കിടപ്പുണ്ട്. അങ്ങനെ ഈ ഒരു കാര്യം മനസ്സിലാക്കുന്നതും അത് കഴിഞ്ഞ് നമ്മുടെ ഹീറോ നേരെ പോകുന്നത് അവന്റെ മുത്തശ്ശന്റെ അടുത്തേക്കാണ്. എന്നിട്ട് മുത്തശ്ശനോട് പറയും, ഇതുപോലെ ന്യൂസിൽ പുതിയൊരാളുടെ ശരീരം കിട്ടിയ കാര്യം മുത്തശ്ശൻ അറിഞ്ഞു. അതെ അറിഞ്ഞു. അത് കേട്ടിട്ട് മുത്തശ്ശൻ ഒന്നും ഓർമ്മ വന്നില്ല. നമ്മുടെ പഴയ വീട്, കിണർ, ഇതൊന്നും പറഞ്ഞിട്ട് എന്നും പറഞ്ഞ ആ ഒരു മുത്തശ്ശനോട് ചോദിക്കും, എന്താന്ന് സംഭവിച്ചത്? എന്നോട് ഇത്രയും നാളെ നിങ്ങൾ കള്ളം പറയായിരുന്നു. എന്റെ അമ്മ ഒരു രാക്ഷസിയാണെന്നെല്ലാം പറഞ്ഞ് എന്തിനാ എന്നോട് കള്ളം പറഞ്ഞത്? കാരണം എന്നെ ഉപദ്രവിച്ചത് കൊണ്ടാണ് അമ്മ അച്ഛനെ കൊന്നത്. ആ ഒരു സത്യം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. എന്നിട്ട് ഇത്രയും കാലം എന്റെ അമ്മ ഒരു മോശക്കാരിയാണെന്ന് എന്നോട് പറഞ്ഞു. അതെന്തിനാണെന്ന് ചോദിക്കുമ്പോൾ ആ ഒരു മുത്തശ്ശൻ ഇപ്പോൾ സത്യം പറയാണ്, അതെ അത് സത്യം തന്നെയാണ്. ഞാൻ വരുന്ന സമയത്ത് അവൻ നിങ്ങൾ രണ്ടുപേരെയും കൊന്നേനെ. നിന്റെ അച്ഛനൊരു മദ്യപാനിയും അതേപോലെ തന്നെ നിങ്ങളെ എന്നും ഉപദ്രവിക്കും. അതുകൊണ്ട് നിന്റെ അച്ഛൻ മരിക്കുന്നത് തന്നെയായിരുന്നു നല്ലത് എന്നിങ്ങനെ പറയുമ്പോൾ ഹീറോയ്ക്ക് നല്ല ദേഷ്യം. കാരണം ഇത്രയും കാലം അവന്റെ അമ്മ ദുഷ്ടയാണ് എന്നെല്ലാം അവന്റെ മനസ്സിൽ പറഞ്ഞു വെച്ചിട്ട് ഇപ്പൊ അവന്റെ അച്ഛനും അതിലും വലിയൊരു മോശക്കാരനാണെന്ന് അറിയുമ്പോൾ ഹീറോയ്ക്ക് എങ്ങനെയുണ്ടാവും? അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കുന്നതും ഇപ്പൊ നമ്മുടെ ഡാമിയൻ അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് പോവാണ്. വീട്ടിലേക്ക് ചെല്ലുമ്പോൾ തന്നെ ആ ടാറ്റു പതിച്ചവൻ ആൾറെഡി ഇവരുടെ ക്യാമറയെല്ലാം ഹാക്ക് ചെയ്ത് വെച്ചേക്കാണല്ലോ. അപ്പോൾ വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യവും അവൻ ഇപ്പോൾ കാണുന്നുണ്ട്. അങ്ങനെ ഡാമിയൻ അകത്തേക്ക് കയറി വരുമ്പോഴത്തേക്കും ലൂസി അവന്റെ അമ്മയെ പറ്റി ചോദിക്കാൻ തുടങ്ങും. അപ്പോൾ ഡാമിയൻ പറയും, ലൂസി കുറച്ചു നേരം ഒന്ന് അടങ്ങിയിരിക്കും, എനിക്കൊന്ന് സമാധാനം താ എന്ന് പറയുമ്പോൾ അവള് പറയും, ഇല്ല, നീ പലതവണയായിട്ട് നിന്റെ അമ്മയെ സ്വപ്നം കാണുന്നുണ്ട്. നിന്റെ അമ്മ മരിച്ചെന്ന് നീ എന്നോട് കള്ളം പറഞ്ഞു. ആ ഒരു വിമാനാപകടത്തിൽ നിന്റെ അമ്മ ഒരിക്കലും മരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ആ ഒരു ടാറ്റു പതിച്ചവനുണ്ടല്ലോ, അവനും പെട്ടെന്ന് ഞെട്ടുന്നുണ്ട്. അപ്പോഴാണ് ഡാമിയൻ പെട്ടെന്ന് ലൂസിയോട് പറയുന്നത്, ലൂസി ഇത് കേൾക്ക്, ഞാൻ അവസാനമായിട്ട് പറയാണ്, എനിക്ക് 10 വയസ്സുള്ളപ്പോൾ ഒരു വിമാനാപകടത്തിൽ എന്റെ അമ്മ മരിച്ചു. അതിനുശേഷം ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതോടെ ഇത് നിർത്താൻ പറഞ്ഞിട്ട് അവൻ നേരെ റൂമിലേക്ക് പോകും. അങ്ങനെ അത് കഴിഞ്ഞിപ്പോൾ അടുത്ത ദിവസം ഇവരുടെ ആ ഒരു ടീം പുതിയൊരു കാര്യം കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇപ്പൊ ഇവർ കണ്ടുപിടിച്ച ആ ഒരു ശരീരം ഉണ്ടല്ലോ, അതും മാൻഡിയസിന്റെ കൊലപാതകമായിട്ട് ഒരു ബന്ധവുമില്ല എന്നിവർ മനസ്സിലാക്കും. പക്ഷേ മാൻഡിയസിന്റെ കൊലപാതകമായിട്ട് അത് ബന്ധമുണ്ടെന്ന് ഹീറോയ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ, ഇവർക്കറിയത്തില്ലല്ലോ. പക്ഷേ മരിക്കുന്നതിന് മുന്നേ ആ ഒരാള് മാൻഡിയസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഫയലുകൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് അവനെ കൊന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അവനെ കൊന്ന ആ ഒരു കൊലയാളി തന്നെ ആ ഒരു ഫയലുകളും അവന്റെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചിട്ട് അത് കഴിഞ്ഞിട്ടായിരിക്കാം ഇതുപോലെ കോപ്പി അടിച്ച് ഓരോ കൊലപാതകങ്ങളായിട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു സീരിയൽ കില്ലർ ആ ഒരു ശരീരത്തിലൂടെ നമുക്ക് മറ്റെന്തോ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇത് മാൻഡിയസിന്റെ കൊലപാതകമായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടായിരിക്കാം, നമുക്കത് അറിയാത്തതാണെങ്കിലോ എന്ന് പറയുമ്പോൾ ഹീറോ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അന്വേഷിക്കാനായിട്ട് സമ്മതിക്കുന്നില്ല. കാരണം അങ്ങനെ വല്ല അന്വേഷിച്ചു കഴിഞ്ഞാൽ ഹീറോ ആരാണെന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലാവും. അതേസമയം ഇവിടെ നമ്മുടെ വിർജീന അതേപോലെ തന്നെ ലൂസി ഇവര് രണ്ടുപേരും കാറും എടുത്തിട്ട് ഡാമിയന്റെ ആ ഒരു നാട്ടിലേക്ക് പോവാണ്. അതുമല്ല അവിടെയുള്ള ആ ഒരു സെമിത്തേരിയിലേക്ക് ചെന്ന് ജെന്നി കാർട്ടർ എന്ന് പേരെഴുതിയ ഒരു കല്ലറ ഇവർ നോക്കുമ്പോഴത്തേക്കും അതുപോലെ ഒരു കല്ലറയുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഡാമിയന്റെ അമ്മ മരിച്ചു തന്നെ ഇവർ വിശ്വസിക്കും. പക്ഷേ 25 വർഷങ്ങൾക്ക് ശേഷവും ഈ ഒരു കല്ലറയുടെ മുകളിൽ ആ ഒരു പൂ വെച്ചിട്ടുണ്ട്. അതൊരിക്കലും ഹീറോ അല്ല, കാരണം അവൻ 25 വർഷമായിട്ട് ഈ ഒരു സ്ഥലത്തേക്ക് വന്നിട്ട്. അപ്പൊ അതാരായിരിക്കും എന്നുള്ള രീതിയിൽ ഇവര് അവിടെ അടുത്തുള്ള ഒരാളോട് ചോദിക്കും, അല്ല ഈ ഒരു പൂക്കൾ ഈ കല്ലറയിൽ വെച്ചേക്കുന്ന ആരാ എന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് അയാൾ പറയുന്നത്, ഓ അത് മിസ്റ്റർ ക്രോസറ്റ് ആണ്. അയാൾ എല്ലാ തവണയും ഇവിടെ പൂക്കൾ കൊണ്ട് വെക്കാറുണ്ടല്ലോ. അല്ല ഈ ക്രോസറ്റ് എവിടെ താമസം? അത് ജെന്നി എന്ന് പറഞ്ഞ ഈ ഒരു സ്ത്രീയുടെ അയൽപ്പക്കക്കാരനാണ്. അയാൾ ഒരുപാട് കാലമായിട്ട് ഈ ഒരു പൂക്കൾ ഇവിടെ കൊണ്ട് വെക്കുന്നുണ്ട്. അതേസമയം ഇവിടെ നമ്മുടെ ഫ്രാൻസിസ് ക്രോസറ്റ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ ഹീറോയിനൊക്കെ അന്വേഷിച്ച് പോയല്ലോ, അയാളുടെ ഫോൺ നമ്പർ കണ്ടുപിടിച്ച് ഹീറോയ്ക്ക് കൊണ്ട് കൊടുക്കാണ്. കാരണം ഇവരുടെ അയൽക്കാരനായിട്ടുള്ള ആളാണ് ക്രോസറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് ഹീറോയുടെ അച്ഛന്റെ മരണമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇവരിപ്പോ ക്രോസറ്റിന്റെ ഫോൺ നമ്പർ കണ്ടുപിടിച്ച് അയാളെ വിളിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോഴാണ് ഹീറോ ആ ഒരു കാര്യം, അവന്റെ അമ്മയുടെ ആദ്യ കൊലപാതകം അവന്റെ അച്ഛനായിരുന്നു എന്നുള്ള കാര്യം ഇപ്പോ ഫ്രാൻസിസിനോട് പറയും. അപ്പോൾ ഫ്രാൻസിസ് പറയും, ആ ഒരു കാര്യം നീ എന്തുകൊണ്ടാണ് എന്നോട് പറയാഞ്ഞേ? അത് ഞാൻ പറഞ്ഞില്ല, പക്ഷേ ഇപ്പൊ നമുക്ക് കിട്ടിയ ആ ഒരു ശരീരം അതേ മാതൃകയിൽ തന്നെയാണ് എന്റെ അമ്മയും എന്റെ അച്ഛനെ കൊന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് പോലും ഇപ്പോഴാണ് ഈ ഒരു കാര്യം തന്നെ മനസ്സിലായത്. ഈ ഒരു കാര്യം എങ്ങനെ ആ ഒരു കില്ലറിനറിയാം? അങ്ങനെയാണെങ്കിൽ എന്റെ അച്ഛനെ അറിയുന്ന ആ ഒരാളെയാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്, കാരണം അയാൾക്ക് മാത്രമേ ഈ ഒരു കാര്യങ്ങളൊക്കെ അറിയത്തുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഫ്രാൻസിസ് പറയും, അങ്ങനെയാണെങ്കിൽ സെബാസ്റ്റ്യൻ ക്രോസറ്റ് അവനൊരു പ്രത്യേക തരക്കാരനാണ്, ഒരു മിണ്ടാപ്പൂച്ച. പക്ഷെ അവനെ നമ്മൾ സംശയിക്കേണ്ട ആവശ്യമില്ല, എന്നിരുന്നാലും നമുക്ക് അവനെ ഒന്ന് നോക്കണം. എന്നിട്ട് ഫ്രാൻസിസ് പറയും, ഓക്കെ ശരി, അങ്ങനെയാണെങ്കിൽ നിന്റെ ഐഡന്റിറ്റി ഒരിക്കലും പുറത്തു വിടാത്ത രീതിയിൽ നമ്മുടെ ആളുകളിൽ നിന്നും ക്രോസറ്റിന്റെ കേസ് മാത്രം നമുക്ക് ഒറ്റയ്ക്ക് അന്വേഷിക്കാം. അങ്ങനെ ഈ ഒരു കാര്യത്തെ പറ്റി ചോദിക്കാൻ വേണ്ടി ഈ സെബാസ്റ്റ്യൻ ക്രോസറ്റ് എന്ന് പറയുന്നത് ഇവരുടെ അയൽക്കാരനാണ്. അപ്പൊ അയാൾക്കൊരു മകനുണ്ട്, അലക്സ്. അപ്പൊ അവരുടെ രണ്ടുപേരുടെയും പേര് ഡാമിയന്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടാണ് ഇവര് രണ്ടുപേരും എപ്പോഴും നിങ്ങളെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. അല്ല ഇവരെ പറ്റിയുള്ള അഭിപ്രായം എന്താ എന്ന് ചോദിക്കുമ്പോൾ ജെന്നി പറയും, അലക്സ് അവന്റെ അമ്മയെക്കാളും കൂടുതൽ എന്നെയായിരുന്നു ഇഷ്ടം. അതിനെന്തെങ്കിലും കാരണമുണ്ടോ? കാരണം വേറെ ഒന്നുമല്ല, അവന്റെ അമ്മയ്ക്ക് ഒരിക്കലും അവന് ഇഷ്ടമല്ലായിരുന്നു, അവനെ നല്ലതുപോലെ നോക്കത്തില്ല. അതുകൊണ്ട് തന്നെ അവൻ എന്നെയായിരുന്നു കൂടുതൽ ഇഷ്ടം. കൂടാതെ ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നത് അവനിൽ അസൂയ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഡാമിയൻ പറയും, ഇപ്പൊ എന്റെ കോപ്പി കാറ്റ് കില്ലർ ചെയ്യുന്നത് പോലെ. അപ്പൊ ആ ഒരു സമയത്ത് നമ്മുടെ ഫ്രാൻസിസ് ഡാമിയനെ വിളിച്ചിട്ടാണ് പറയുന്നത്,
ബാപ്പിസ്റ്റെ പണി പറ്റിച്ചു. അവൻ ഇപ്പോൾ മാധ്യമങ്ങളോട് എല്ലാ സത്യവും പറയാൻ പോവാണ്. അവൻ ഒരുപാട് മരുന്ന് കഴിച്ചിട്ടുണ്ട്, എന്താണ് പറയുന്നത് അറിയത്തില്ല. എന്നിരുന്നാലും എല്ലാ കാര്യവും ഞാൻ നിന്നെ അറിയിക്കാം. അപ്പൊ ഈ ഒരു കാര്യം ജെന്നി അറിയുമ്പോഴത്തേക്കും അവരും പറയുന്നുണ്ട്, അവൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ആ ഒരു കാര്യം അറിയാലോ എന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് അവന്റെ കയ്യിലേക്ക് നോക്കുമ്പോഴത്തേക്കാണ് ഇത്തവണ ഡാമിയൻ അകത്തേക്ക് കയറി വരുമ്പോൾ അവന്റെ ആ ഒരു വിവാഹ മോതിരമുണ്ടല്ലോ അതവൻ ഊരിയിലായിരുന്നു. ഇത് കാണുന്ന ജെന്നി ചോദിക്കും, അപ്പോൾ നിന്റെ കല്യാണം കഴിഞ്ഞല്ലേ, നിനക്ക് കുട്ടികളുണ്ടോ എന്നെല്ലാം ചോദിക്കുമ്പോൾ ഡാമിയൻ പറയും, അതൊന്നും നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല, നിങ്ങളോട് പറയാനും എനിക്ക് താല്പര്യമില്ല. അതേസമയം ഇവിടെ നമ്മുടെ ഹീറോയുടെ ആ ഒരു ഗ്രാമത്തിൽ കാണിക്കുമ്പോഴത്തേക്കാണ് ലൂസിയും വിർജീനയും ഇപ്പോൾ നേരെ ഹീറോയുടെ വീട്ടിലേക്കാണ് വരുന്നത്. പക്ഷെ ഹീറോയുടെ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ തുറന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അടുത്തുള്ളൊരു വീടിനകത്തേക്ക് ഇവർ കയറാനായിട്ട് വരുമ്പോൾ ജനാലയിലൂടെ ആരൊരാൾ ഇവരെ നോക്കുന്നുണ്ട്, അതും കഴുത്തിൽ ടാറ്റു പതിച്ച ആ ഒരുത്തൻ. അപ്പോ വീടിന്റെ ഡോർ തുറന്നെടുക്കുന്നത് കൊണ്ട് രണ്ടുപേരും പതിയെ അകത്തേക്ക് കയറി നോക്കുമ്പോഴത്തേക്കും എന്തൊക്കെയോ ഉടഞ്ഞു കിടപ്പുണ്ട്. കാണിക്കുമ്പോൾ മുകളിൽ നിന്നും രണ്ടുപേരാണ് ഇവരെ നോക്കുന്നത്. അങ്ങനെ ഇവരായാലും എല്ലാ മുറിയിലും കയറി നോക്കുന്നുണ്ട്. പക്ഷേ അവരാരും അവിടെ കാണാത്തത് കൊണ്ട് തന്നെ രണ്ടുപേരും താഴേക്ക് ഇറങ്ങി വന്നിട്ട് അവിടെയുള്ള ഫോട്ടോസ് എല്ലാം ഇങ്ങനെ നോക്കാണ്. അപ്പോഴേക്കും നമ്മുടെ ഡാമിയന്റെ കുട്ടിക്കാലത്തെ ഫോട്ടോ, അവന്റെ സുഹൃത്തിന്റെ ഫോട്ടോ, ഈ ഒരു വീട്ടിലുള്ള ആളുകളുടെ ഫോട്ടോ, അതേപോലെ തന്നെ ഡാമിയന്റെ അമ്മയുടെ ഫോട്ടോ, ഇതെല്ലാം ഇവർ കാണുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ഫോട്ടോ രണ്ടുപേരും നോക്കി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് പുറകിലൂടെ ആരാ നിങ്ങളോട് ഇതിനകത്തേക്ക് കയറാൻ പറഞ്ഞത് എന്ന് പറയുമ്പോൾ ഇവർ രണ്ടുപേരും തിരിഞ്ഞു നോക്കി പെട്ടെന്ന് പേടിച്ചു പോകും. അതേസമയം ഇവിടെ നമ്മുടെ ഹീറോ അവന്റെ അയൽക്കാരായിട്ടുള്ള ക്രോസറ്റ് എന്ന് പറഞ്ഞ അയാളെയും അയാളുടെ മകനെയും തിരക്കി വരികയാണ്. അവരുടെ രണ്ടുപേരുടെ ഫോട്ടോ വെച്ചിട്ട് അവരെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം മനസ്സിലാക്കി അങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ നമ്മുടെ ഹീറോയിന്റെ അടുത്ത് കാണിക്കുമ്പോൾ ഈ ഫോട്ടോയിൽ കണ്ടല്ലോ രണ്ടുപേര്, അവർ രണ്ടുപേരും തന്നെയാണ് ഹീറോയിന്റെ മുന്നിൽ നിൽക്കുന്നത്. അതിൽ ക്രോസറ്റ് എന്ന് പറഞ്ഞ ആ ഒരു തൊപ്പിയിട്ട ഒരാളും അയാളുടെ മകനാണ് ആ ഒരു കഴുത്തിൽ ടാറ്റു പതിച്ച ആ ഒരുത്തനുണ്ടല്ലോ, അവന്റെ പേര് അലക്സ് എന്നാണ്. അപ്പൊ ഇവനാണ് നമ്മുടെ ഹീറോയുടെ വീട്ടിലെ ആ ഒരു ക്യാമറ ഹാക്ക് ചെയ്തിട്ട് അവിടെയുള്ള കാര്യങ്ങളൊക്കെ വാച്ച് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു വീട്ടിലുള്ളതും. അപ്പോഴേക്കാണ് ലൂസി നമ്മുടെ ഡാമിയന്റെ ഫാമിലി ഫോട്ടോ എടുത്ത് കാണിച്ചിട്ട്, ദേ ഡാമിയന്റെ ഭാര്യയാണ്, ഞങ്ങൾ ഇവിടേക്ക് ഒരു സാധനം എടുക്കാനായിട്ട് വന്നതാണ്, പിന്നെ അവൻ വളർന്നൊരു വീടല്ലേ, കയറി കാണാമെന്ന് വെച്ചു എന്ന് പറയുമ്പോഴത്തേക്കും ഇവരെല്ലാവരും ഓക്കെ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പരിചയപ്പെടും. അപ്പോഴാണ് ക്രോസറ്റ് പറയുന്നത്, ഡാമിയന്റെ കാര്യം വളരെ കഷ്ടമാണല്ലേ, നിങ്ങൾ ആ ഒരു കാര്യമെല്ലാം അറിഞ്ഞു കാണുമല്ലോ, അവന്റെ അമ്മ ഒരു സാധാരണ പാവം സ്ത്രീയായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും അലക്സ് പെട്ടെന്ന് എനിക്ക് പോണം, കുറച്ച് തിരക്കുണ്ടെന്നും പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുമ്പോൾ വിർജീന അവനെ തന്നെ നോക്കുന്നുണ്ട്. വേറെ ഒന്നല്ല, അവൾക്ക് എന്തോ അവൻ ഇഷ്ടപ്പെട്ടു. അപ്പോഴേക്കും ലൂസി പെട്ടെന്ന് ഇയാളോട് ചോദിക്കും, അല്ല ക്രോസറ്റിന്റെ അമ്മ എങ്ങനെയായിരുന്നു, അവരെ പറ്റി ഒന്ന് പറയാൻ പറയുമ്പോൾ അപ്പോഴേക്കും ലൂസി ചോദിക്കും, അല്ല ജെന്നിയുടെ കല്ലറയിലെ പൂക്കൾ വെച്ചത് നിങ്ങളാണോ? അപ്പോൾ അയാൾ പറയാതെ ഞാൻ തന്നെയാണ്, ഞാൻ പലപ്പോഴും അത് വെക്കാറുണ്ട് എന്നല്ല. ഇവർ പല കാര്യങ്ങളും സംസാരിക്കുമ്പോൾ അവിടെ നിന്ന് പോയ അലക്സ് ഉണ്ടല്ലോ, അവൻ ഇപ്പോഴും പോയിട്ടില്ല, അവൻ ഒളിഞ്ഞു നിന്ന് ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കാണ്. അങ്ങനെ അത് കഴിഞ്ഞ് ലൂസിയും വിർജീനിയും അവർ രണ്ടുപേരും തിരിച്ച് കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് വിർജീനി പറയുന്നത്, ഏയ് ക്രോസറ്റിന്റെ മകൻ അലക്സ് ഒരു ചുള്ളൻ ചെറുക്കനാണല്ലേ, എനിക്ക് അവൻ എന്തായാലും ഇഷ്ടപ്പെട്ടു, ഇനി കാണുമ്പോഴത്തേക്ക് എന്തായാലും അവന്റെ നമ്പർ വാങ്ങണം എന്നെല്ലാം പറഞ്ഞ് കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കാറിന്റെ ടയർ അങ്ങ് പഞ്ചറാവുകയാണ്. രണ്ടുപേരും വെളിയിലേക്ക് ഇറങ്ങി നോക്കുമ്പോൾ രണ്ട് ടയറും പഞ്ചറായിപ്പോയി. ഷെടാ ഇതെന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ അലക്സ് അവിടേക്ക് അവന്റെ കാറും കൊണ്ട് ഇങ്ങനെ വരുന്നത്. എന്നിട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ഇത് കാണുന്ന നമ്മുടെ വിർജീനയ്ക്ക് നല്ല സന്തോഷമായി, കാരണം അവൾ നോക്കി വെച്ചിരുന്ന പയ്യനാണല്ലോ. അപ്പൊ അവൻ ചോദിക്കും, എന്തു പറ്റി? ഇല്ല കാറ് പഞ്ചറായതാന്ന് പറയുമ്പോൾ ശരി ഞാൻ നിങ്ങളെ കൊണ്ടാക്കാന്ന് പറഞ്ഞ് അവന്റെ കാറിൽ കയറ്റിയാണ് ഇവരെ രണ്ടുപേരെയും. അതേസമയം ഇവിടെ നമ്മുടെ ഡാമിയനെ കാണിക്കുമ്പോഴത്തേക്കും അവനിപ്പോ ക്രോസറ്റിനെ പറ്റിയും അതേപോലെ തന്നെ ക്രോസറ്റിന്റെ മകനായിട്ടുള്ള അലക്സ് ഉണ്ടല്ലോ അവനെ പറ്റി ഇങ്ങനെ അന്വേഷിക്കാണ്. അപ്പൊ അലക്സിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോഴത്തേക്കാണ് അവനൊരു റൈറ്ററാണ്, അതും ഈ ഒരു ക്രൈം ത്രില്ലർ നോവലുകളൊക്കെ ഉണ്ടല്ലോ അതാണ് കൂടുതലായിട്ട് അവ എഴുതുന്നത്. അപ്പോഴേക്കും ഹീറോ എന്താ ചെയ്യുന്ന വെച്ചാൽ അവന്റെ ആ ഒരു ബുക്ക് വായിക്കാൻ വേണ്ടി ആ ഒരു സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യുന്നു. അതേസമയം നമ്മുടെ ഫ്രാൻസിസ് വിളിച്ചിട്ട് ഇതേപോലെ അലക്സിന്റെ അഡ്രസ്സ് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, നീ എത്രയും പെട്ടെന്ന് അവിടേക്ക് പോകണം, പിന്നെ സൂക്ഷിക്കണമെന്ന് പറയുമ്പോൾ ഹീറോ പറയും ഓക്കെ ശരിയെന്നും പറഞ്ഞ് ഹീറോ തന്നെ തോക്ക് കൊടുത്തിട്ട് നേരെ അലക്സിന്റെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ വീട്ടിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങുന്നതും കറക്റ്റ് സമയത്ത് അലക്സ് വിർജീനിയെയും അതേപോലെ തന്നെ ലൂസിനെയും കൊണ്ട് അവിടേക്ക് വരുന്നു. ഇത് കാണുമ്പോൾ തേടിയ വള്ളി തന്നെ കാലിൽ ചുറ്റി എന്നുള്ള രീതിയിൽ ബാല്യകാല സുഹൃത്തുക്കളും കൂടിയല്ലേ. പക്ഷെ അലക്സിനെയാണ് ഇവരിപ്പോൾ സംശയിക്കുന്നുള്ള കാര്യം ഹീറോ അവന്റെ മുന്നിൽ ഇങ്ങനെ കാണിക്കാതെ നോർമലായിട്ട് ഇങ്ങനെ സംസാരിക്കും. എന്നിട്ടാണ് ഹീറോയിനോട് ചോദിക്കുന്നത്, അല്ല നീ എന്താ അലക്സിന്റെ കാറിൽ എവിടെ പോയിരിക്കുമായിരുന്നു? ഇത് ഞങ്ങളുടെ കാർ പഞ്ചറായിപ്പോയി, നീ ജനിച്ച നാട്ടിലേക്ക് ഞങ്ങൾ പോയതാണ് എന്നിങ്ങനെ പറയുമ്പോൾ ഹീറോ ചോദിക്കും, അല്ല അതെന്തിനാ പോയത്? അപ്പോൾ ലൂസി പറയും, അതിനെപ്പറ്റി ഞാൻ പിന്നീട് പറഞ്ഞാൽ പോരെ എന്നും പറഞ്ഞിട്ട് ഇപ്പോൾ അലക്സിനോട് സംസാരിക്കാണ്. ഹായ് അലക്സ്, എത്ര നാളായി കണ്ടിട്ട്, ഒരുപാട് നാളായില്ലേ അതേന്നും പറഞ്ഞിട്ട് നമ്മുടെ അലക്സിനെ വിളിച്ച് പഴയ സുഹൃത്താണല്ലോ അതുകൊണ്ട് തന്നെ വീടിനകത്തേക്ക് കൊണ്ടുപോയിട്ട് ഇവരിപ്പോൾ പരസ്പരം ഇങ്ങനെ സംസാരിക്കും. അപ്പോൾ അലക്സ് ആണെങ്കിലോ കുറെ നാളായിട്ട് നമ്മുടെ ഹീറോയെ ഫോളോ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഡാമിയൻ ആണെങ്കിലും അലക്സിനെ ഫോളോ ചെയ്യുന്നു. കാരണം ആ ഒരു കൊലപാതക കേസിൽ ഇവനും ചിലപ്പോൾ സീരിയൽ കില്ലർ ആവാൻ സാധ്യതയുണ്ട് ആ ഒരു രീതിയിൽ. അങ്ങനെ രണ്ടുപേരും പരസ്പരം നോക്കി ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇപ്പോൾ മറ്റൊരിടത്ത് കാണിക്കുമ്പോഴത്തേക്ക് നമ്മുടെ സോഫി ഉണ്ടല്ലോ, അവൾ ബാപ്പിസ്റ്റ എന്ന് പറഞ്ഞ അവനെ കാണാൻ വേണ്ടി ഇപ്പോൾ ആശുപത്രിയിലേക്ക് പോകുന്നു.
അവനാണെങ്കിൽ ഒരു മെന്റൽ വിഭാഗത്തിൽ പ്രത്യേകം കെട്ടിയിട്ടേക്കാണ്. ആ ഒരു രീതിയിലാണ് അവനെ ചികിത്സിക്കുന്നത്. അതേസമയം ഇവിടെ കാണിക്കുമ്പോഴത്തേക്കും ഇവരെല്ലാവരും പരസ്പരം സംസാരിച്ചിപ്പോൾ രാത്രിയായി. അങ്ങനെ ഇപ്പോൾ എന്തായാലും ഇവർക്ക് തിരിച്ചു പോകണമല്ലോ. അതേസമയം വെളിയിൽ നമ്മുടെ ഫ്രാൻസിസിനെ ആൾറെഡി തന്നെ നമ്മുടെ ഹീറോ വിളിച്ച് നിർത്തിയിട്ടുണ്ട്. അങ്ങനെ ഇവരായാലും വെളിയിലേക്ക് ഇറങ്ങിയിട്ട് നമ്മുടെ വിർജീന പറയും, ശരി എന്തായാലും അലക്സ് ഉണ്ടല്ലോ, ഞാൻ അവനോടൊപ്പം പോവാന്നും പറഞ്ഞ് അലക്സിന്റെ വണ്ടിയിൽ കയറി അവളിങ്ങനെ പോവാണ്. അപ്പോൾ ഹീറോ ഫ്രാൻസിസിനോട് പറയും, എന്തായാലും അവനെ ഫോളോ ചെയ്, ഞാൻ നേരെ അവന്റെ വീട്ടിലേക്ക് പോകാൻ പോവാണ്, അവൻ തിരിച്ചു വരുമ്പോൾ എന്നെ അറിയിക്കണം എന്നും പറഞ്ഞ് ഹീറോ നേരെ അലക്സിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. അങ്ങനെ നമ്മുടെ ഫ്രാൻസിസ് അലക്സിനെ ഫോളോ ചെയ്ത് അവന്റെ പുറകെ പോകുമ്പോഴത്തേക്കും ഇവിടെ നമ്മുടെ ഹീറോ അവന്റെ വീട്ടിന്റെ അഡ്രസ്സ് കണ്ടുപിടിച്ച് നേരെ അകത്തേക്ക് കയറി പോവാണ്. അകത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും ഈ നോവലിന്റെ ആവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ട്. അതുമല്ല നടന്നുള്ളിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ ഹീറോയുടെ വീട്ടിലെ ആ ഒരു CCTV ക്യാമറ ഇവ ഹാക്ക് ചെയ്ത് വെച്ചേക്കല്ലേ, ആ ഒരു കാര്യം നമ്മുടെ ഡാമിയൻ കാണുകയും ചെയ്യുന്നു. ഇതും കൂടി ആവുന്നതും ഈ ഒരു കാര്യം നമ്മുടെ ഫ്രാൻസിസിനോട് വിളിച്ചു പറയാണ്, അവൻ ഒരുപാട് നാളായിട്ട് ഇപ്പോൾ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം. അപ്പോഴേക്കാണ് ഫ്രാൻസിസ് പറയുന്നത്, ഓക്കെ ശരി, അവൻ എന്തായാലും വിർജീനിയെ അവളുടെ വീട്ടിലേക്ക് ഇറക്കി വിട്ടിട്ടുണ്ട്, അവൻ ഉടനെ തന്നെ അവിടേക്ക് വരും, 5 മിനിറ്റ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് നീ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങണം എന്ന് പറയുന്നതും ഇവിടെ ജയിലിനകത്ത് കാണിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ജെന്നി ഉണ്ടല്ലോ, അവർക്ക് എപ്പോഴും രാത്രിയിൽ കഴിക്കാനായിട്ട് എന്തോ ഒരു മരുന്ന് ഇങ്ങനെ കൊടുക്കും. അപ്പൊ ആ ഒരു മരുന്നും വാങ്ങിയിട്ട് ജെന്നി അത് കഴിക്കാതെ അതും കൊണ്ട് നേരെ ടോയ്ലറ്റിലേക്ക് പോവാണ്. എന്നിട്ട് ആ ഒരു ടോയ്ലറ്റിനകത്തേക്ക് കയറി ആ ഒരു ചെയർ എടുത്ത് മുകളിലേക്ക് വെച്ചിട്ട് അവൾ ആ ഒരു ബ്രെഡെല്ലാം മുകളിലിട്ടിരുന്നല്ലോ, അവിടേക്ക് കയറി നോക്കുമ്പോഴത്തേക്കും ഇപ്പോൾ ഒരുപാട് പ്രാണികൾ അവിടെ വന്ന് അതിന്റെ കാഷ്ടവും മറ്റും കിടപ്പുണ്ട്. അപ്പൊ അതെല്ലാം ഒരു സ്പൂണിൽ ഇങ്ങനെ കോരിയെടുത്തിട്ട് ഈ ഒരു ടാബ്ലറ്റിനുള്ളിലെ ആ ഒരു പൊടിയെല്ലാം നീക്കം ചെയ്ത് ഈ ഒരു വേസ്റ്റ് ഉണ്ടല്ലോ അത് അതിലേക്ക് നിറയ്ക്കാണ്. എന്നിട്ട് ആ ഒരു ടാബ്ലറ്റ് എടുത്ത് അവിടെ മാറ്റിയും വെക്കുന്നു, എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. അതേസമയം ഇവിടെ അലക്സ് അവന്റെ ആ ഒരു വീട്ടിലേക്ക് വന്നു. എന്നിട്ട് വെളിയിലത്തെ ആ ഒരു ഡോറിനടുത്തേക്ക് വരുമ്പോഴത്തേക്കും ഡോർ തുറന്നിട്ടുണ്ട്, അകത്ത് ആരോ ഉണ്ടെന്ന് അലക്സിന് മനസ്സിലായി. അലക്സ് ആയാലും പതിയെ മുകളിലേക്ക് ഒരു കമ്പി എടുത്ത് ഇങ്ങനെ കയറി അവിടെയെല്ലാം നോക്കി ഇങ്ങനെ നടന്നു വരുന്നതും പെട്ടെന്ന് നമ്മുടെ ഹീറോ പുറകിലൂടെ വന്ന് അലക്സിന്റെ തലയിലേക്ക് തോക്ക് വെച്ചിട്ടാണ് ചോദിക്കുന്നത്, നീ എന്തിനാ എന്റെ വീട്ടിലെ ക്യാമറ ഹാക്ക് ചെയ്തത്, എന്തിനാ ഇതെല്ലാം ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അലക്സ് പറയും, നിന്റെ ഭാര്യ അറിയാൻ ശ്രമിക്കുന്ന ആ ഒരു കാര്യം അതെനിക്കും അറിയണം, നീ എപ്പോഴും അവളെയും ഞങ്ങളെല്ലാവരെയും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ഹീറോ ചോദിക്കും, അതെന്ന് എനിക്കറിയണ്ട, നീ എത്ര നാളായി എന്നെ ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അലക്സ് പറയും, ഈ ഒരു കേസിൽ നിനക്കുമായിട്ട് ഒരു ബന്ധമില്ലെന്ന് എനിക്കറിയാം, പക്ഷെ നിന്നെ ഈ ഒരു കേസിലേക്ക് കൊണ്ടുവന്നു, അതുമല്ല നിന്റെ അമ്മയും മുത്തച്ഛനും, നിന്റെ അമ്മ മരിച്ചതിന് ശേഷം നീ ഒരു തുള്ളി കണ്ണീര് പോലും വിട്ടിട്ടില്ല, കാരണം നീ നിന്റെ അമ്മയെ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല, അതുമല്ല നിന്റെ അമ്മയാണ് ആ ഒരു സീരിയൽ കില്ലർ, അതെനിക്കറിയാം, അതുകൊണ്ട് എനിക്കറിയേണ്ട ഒരേ ഒരു കാര്യം, നിന്റെ അമ്മ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, ആ ഒരു സത്യം എന്നോട് പറ, അതറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തത് എന്ന് അലക്സ് ഇങ്ങനെ പറയുമ്പോൾ ഡാമിയൻ പറയുന്നുണ്ട്, അലക്സ് അവരെ പറ്റി നീ ഒരിക്കലും പറയരുത്, മിണ്ടാതിരിക്കാനെല്ലാം പറയുമ്പോഴത്തേക്കും അവൻ പറയും, ഇല്ല നീ എല്ലാവരെയും പറ്റിക്കുകയാണ്, എനിക്ക് സത്യം അറിയണം, കാരണം എന്റെ അമ്മയെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ നിന്റെ അമ്മയെ സ്നേഹിച്ചിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞ അലക്സ് ഇങ്ങനെ ചോദിക്കുന്നതും ഇവിടെ നമ്മുടെ ജെന്നിയുടെ അടുത്ത് കാണിക്കുമ്പോഴത്തേക്കും ജെന്നി ആ ഒരു മരുന്ന് അതിലെന്തോ കയറ്റിയിട്ട് ഇങ്ങനെ വെച്ചല്ലോ. അതേസമയം ആ ഒരു സെക്യൂരിറ്റി ക്യാമറയിലൂടെ നോക്കുമ്പോഴത്തേക്കാണ് ജെന്നി നടന്ന് ആ ഒരു റൂമിൽ പെട്ടെന്ന് ബോധമില്ലാതെ വന്ന് വീഴുന്നു. അപ്പൊ ആ ഒരു സെക്യൂരിറ്റി അതിൽ എന്താണെന്ന് അറിയാൻ വേണ്ടി ഓടി വന്നിട്ട് ജെന്നിയുടെ അടുത്തേക്ക് വന്ന് അവളെ ഇങ്ങനെ തിരിച്ചു നോക്കുകയാണ്. പക്ഷേ അവർക്കാണെങ്കിലോ അനക്കമില്ല. അപ്പൊ ആ ഒരു സെക്യൂരിറ്റി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പെട്ടെന്ന് അവർക്ക് CPR കൊടുത്തിട്ട് കൃത്രിമ ശ്വാസം കൊടുക്കാൻ വേണ്ടി അവരുടെ വായ ഇങ്ങനെ തുറക്കുന്നതും അവർ ആ ഒരു ടാബ്ലറ്റ് അവരുടെ വായിൽ വെച്ചിരുന്നു. എന്നിട്ട് പെട്ടെന്ന് തന്നെ അത് ഊതി ആ ഒരു സെക്യൂരിറ്റിയുടെ വായിലേക്ക് ആക്കിയിട്ട് അവന്റെ വാ പിടിച്ചിങ്ങനെ മൂടുന്നതും അവൻ അറിയാതെ അതങ്ങ് വിഴുങ്ങുകയും ചെയ്യും. അപ്പോഴാണ് നമ്മുടെ ജെന്നി പറയുന്നത്, പേടിക്കണ്ട, നീ വിഴുങ്ങിയത് പ്രാണികൾ പുറന്തള്ളിയ ഒരുതരം വിഷമാണ്, എയർ കണ്ടീഷൻ ഭാഗത്ത് വളരുന്ന ഒരു പ്രത്യേകതരം ജീവിയാണത് എന്നുള്ള കാര്യം പറയുന്നതും ആ ഒരു സെക്യൂരിറ്റിയുടെ ബോധം പതിയെ പോവാണ്. അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഇപ്പോൾ ജെന്നി പതിയെ ആ ഒരു ജയിലിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നതും 3ാമത്തെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ എന്താണെന്ന് നമുക്ക് കണ്ടു തന്നെ മനസ്സിലാക്കാം. അതുവരയ്ക്കും ബൈ.